സാർ, സ്പെയിനിൽ ഓൺലൈൻ ജിഹാദ് നടത്തിയിരുന്ന 2 യുവതികൾ പിടിയിലായിട്ടുണ്ട്. വളരെ അപകടകരമായ ഒന്ന് തന്നെയാണത്. ഇത്തരത്തിലൊക്കെ ആൾക്കാരെ വഴിതെറ്റിക്കുക എന്നുള്ളത് എങ്ങനെ കാണാം അതിനെ? ഓൺലൈൻ ജിഹാദ് അക്കാദമി ആണ് 2 യുവതികൾ നടത്തിയിരുന്നത്. അത് യുവതികൾ മൂത്തതിന് സഹോദരിമാരായിരുന്നു. മൂത്തതിന് 21 വയസ്സ്, ഇളയതിന് 19 വയസ്സ്. അവര് പിന്നെ ഈ ജിഹാദ് അക്കാദമി നടത്തിയിരുന്നതും യുവതികൾക്ക് വേണ്ടിയാണ്. യുവതികൾക്ക് കിടപ്പുമുറിയിൽ കിടന്ന് ജിഹാദ് പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ മത പഠനം ജിഹാദ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഓൺലൈൻ. അപ്പോൾ ഇപ്പൊ സ്പെയിനിലെ ടെറർ പോലീസ് ഈ യുവതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ജയിലിൽ തന്നെയാണ്, മറ്റേയാളെ അത്യാവശ്യം നല്ല നടപ്പ് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്, ഈ ഇളയതിനെ. അപ്പോൾ ഇവര് യുവതികളെ റിക്രൂട്ട് ചെയ്യുക, എന്നിട്ട് പരിശീലിപ്പിക്കുക, എന്നിട്ട് ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുക. ഇതാണ് ഈ 2 യുവതികൾ സ്പെയിനിൽ ചെയ്തു വന്നത് എന്നാണ് പറയുന്നത്. ഇത് തെക്ക് പടിഞ്ഞാറൻ മാഡ്രിഡാണ് സ്പെയിൻ്റെ തലസ്ഥാനം. മാഡ്രിഡിന് തെക്ക് പടിഞ്ഞാറ് അൽകോർകോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരെ അറസ്റ്റ് ചെയ്ത്. ഇവരുടെ കമ്പ്യൂട്ടർ തുടങ്ങിയ സാധനങ്ങളൊക്കെ സ്വാഭാവികമായും പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. മതപഠനം എന്നുള്ള വ്യാജേന ആണ് ജിഹാദ് ഓൺലൈനിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടേതൊരു സങ്കീർണമായ എഞ്ചിനീയറിംഗ് സംവിധാനമായിരുന്നു, കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. 2024 തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. കൗണ്ടർ ടെററിസം വിദഗ്ധന്മാർ ഇടപെട്ടിരുന്നു ഇതൊക്കെ ആരാണെന്ന് കണ്ടെത്താൻ. കാരണം എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവരുടെ പ്രൊഫൈലുകളിൽ നിന്ന് ഇങ്ങനെ പരസ്യമായി തന്നെ ജിഹാദ് ഉള്ളടക്കമുള്ള പോസ്റ്റുകൾ ഇവർ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു പലതിലും. IS-മായി ബന്ധപ്പെട്ട ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആളുകളാണ് ഇവർ. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഉള്ളടക്കമാണ് ഇവരുടെ പോസ്റ്റുകളിൽ ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഉള്ളടക്കം. അപ്പൊ ഇവര് നിരീക്ഷണത്തിൽ വെച്ചു. ഇതിൽ ഒരാള് ജിഹാദ് എങ്ങനെയായാലും നടത്തും എന്നുറപ്പിച്ചിരുന്നു ഈ മൂത്ത സഹോദരി. 2024 ഫെബ്രുവരിയിൽ ബാർസലോന, സ്പെയിനിലെ നഗരം, ബാർസലോനയിൽ പണ്ട് ഒളിമ്പിക്സ് നടന്നിരുന്നു. ബാർസലോന ഭൂഗർഭ റെയിലില് 10 സ്ത്രീകളെ ആക്രമിക്കപ്പെട്ടിരുന്നു. ഒരു ഭീകരൻ 10 സ്ത്രീകളെ ആക്രമിച്ചിരുന്നു, പ്ലാറ്റ്ഫോമിലും ട്രെയിനിലുമായിട്ട്. ആ ആക്രമണത്തിനെ പ്രശംസിച്ചിരുന്നു ഇവര്. ഈ യുവതികൾ അതിന് പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ കൊല്ലം. അപ്പൊ അന്ന് തൊട്ടേ ഇവര് നോട്ടപ്പുള്ളികളാണ്. അപ്പോൾ ഇവരയക്കുന്ന സന്ദേശങ്ങളൊക്കെ അതിനുശേഷം അവിടുത്തെ പോലീസ് പിടിച്ചെടുത്തിരുന്നു, ഇന്റർസെപ്റ്റ് ചെയ്തിരുന്നു. ഒരാൾ ഇപ്പോൾ റിമാൻഡിലാണ്, മറ്റേയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് വിട്ടയച്ചിട്ടുണ്ട്. മാഡ്രിഡ്, ടോളിഡോ എന്നിവിടങ്ങളിൽ മുമ്പ് 7 പേരെ ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ജിഹാദ് പ്രവർത്തികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. സ്പെയിനിലപ്പോൾ ഇങ്ങനത്തെ കുറേ ആളുകളുണ്ട് എന്നർത്ഥം. ടോളിഡോ എന്ന് പറയുന്നത് ഈ സ്പെയിൻ്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്ന നഗരമാണ് ടോളിഡോ. അപ്പം ഈ പല നഗരങ്ങളിലും ഇങ്ങനെ ജിഹാദ് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. വേറൊരാളെ പിടിച്ചത് വടക്കു പടിഞ്ഞാറൻ സ്പെയിനിലെ പോന്തർവെദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് പിടിച്ചത്. സിറിയയിലെ വലിയ ഒരു ISI ഭീകരന്മാരുടെ അഭയാർത്ഥി ക്യാമ്പ് ഉണ്ട് ഇപ്പോൾ. ഈ അടിച്ചമർത്തലിനൊക്കെ ശേഷം അവരെ പിടിച്ചിട്ട് അഭയാർത്ഥി ക്യാമ്പിലും ജയിലിൽ പിന്നെ പോരാതെ വന്നു. അപ്പൊ ക്യാമ്പുകൾ ഉണ്ടാക്കി ഈ ISI തീവ്രവാദികളെ സിറിയയില് തുടച്ചു നീക്കിയല്ലോ അമേരിക്കയുടെ നേതൃത്വത്തിൽ. അൽ ബാഗ്ദാദി ആണ് അവസാനം കൊല്ലപ്പെട്ടതൊക്കെ. ബാഗ്ദാദിയുടെ വലങ്കയായിരുന്ന ഒരാളാണ് ഇപ്പൊ സിറിയയുടെ പ്രസിഡന്റ്. അപ്പോൾ തുടച്ചു നീക്കി കഴിഞ്ഞപ്പോൾ ഈ ISI ഭീകരന്മാരുടെ കുടുംബാംഗങ്ങളുണ്ടല്ലോ, ഭാര്യ കുട്ടിയൊക്കെ, ഇവരുടെയൊക്കെ അഭയാർത്ഥി ക്യാമ്പ് ഉണ്ട് അവിടെ സിറിയയിൽ. 1000കണക്കിന് പേര് അതിൻ്റെ അകത്തുണ്ട്. റൊജാവ എന്ന് പറഞ്ഞ സിറിയൻ നഗരത്തിലാണ് ആ ക്യാമ്പുള്ളത്. അവിടെ വടക്കുകിഴക്കൻ സിറിയയിലെ കുർദിഷ് സ്വയംഭരണ പ്രദേശമാണത്. കുർദുകൾ ഈ
തുർക്കിക്കൊക്കെ എതിരായിട്ടുള്ള മതവിഭാഗമാണ് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ. അതെ. അപ്പോൾ കുർദിഷ് സ്വയംഭരണ പ്രദേശമായ റൊജാവോയിലാണ് മുൻ IS ഭീകരര് കുടുംബാംഗങ്ങളുടെയൊക്കെ അഭയാർത്ഥി കേന്ദ്രങ്ങളുള്ളത്. അസദ് പോയിട്ട് ഇപ്പൊ ഹയാത്ത് അൽ ഷം എന്ന് പറഞ്ഞ HTS ആണല്ലോ ഭരിക്കുന്നത്. അവര് വന്നപ്പോ വീണ്ടും IS പൊന്തി വരുന്നുണ്ട് സിറിയയില്. ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നുള്ളവരും ഒക്കെ പുറത്തേക്കൊക്കെ ഒഴുകുന്നുണ്ട്. അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടി പഴയ ISകാർക്ക്. അപ്പൊ അവരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ സ്പെയിൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ യുവതികളെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ ടിക്ടോക്ക്, ടെലഗ്രാം, വാട്സാപ്പ്, സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇവർ അവിടെ സ്പെയിനിലെ മോസ്കുകളിൽ പോയിട്ടും ഇങ്ങനെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. യുവതികളെ, ഒരു സ്ത്രീകളെ മാത്രമേ നോക്കുന്നുള്ളൂ, റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. IS നേതാക്കളുടെ പ്രസ്താവനകളൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇവർ 1000 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ടെലഗ്രാമിൽ. അപ്പൊ 1000 പേരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് സ്പെയിനില്. വലിയ കുഴപ്പമാണല്ലോ, ഇതുങ്ങൾ ചാവേറുകളുമായിട്ടും നടക്കുമല്ലോ. അപ്പോൾ ഈ ബാർസലോനയിൽ നേരത്തെ മറ്റേ ഭൂഗർഭ റെയിലൊരു ആക്രമണം നടന്നിരുന്നത് ഞാൻ പറഞ്ഞല്ലോ. അന്ന് 10 സ്ത്രീകളെയാണ് ആക്രമിക്കപ്പെട്ടത്. അത് 2024 ഫെബ്രുവരി 11 ബാർസലോന മെട്രോയിൽ. അത് ജെൻഡർ അനുസരിച്ചിട്ടുള്ള ആക്രമണമായിരുന്നു. കാരണം സ്ത്രീകളെ മാത്രമാണ് അയാൾ ആക്രമിച്ചത്. ആ സ്ത്രീകള് ആ ആക്രമി മൊറോക്കോ, ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ, മൊറോക്കോയിൽ നിന്നുള്ള ആളായിരുന്നു. അയാൾ ഒരു സ്ത്രീയുടെ മുഖത്തടിക്കുകയും ചെയ്തു. ആ സ്ത്രീയെ ഇയാൾ മുഖത്തടിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർ ഹെഡ്ഫോൺ വെച്ചിട്ട് മൊബൈൽ ഫോണിൽ നിന്ന് ട്രെയിനിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ശരീരത്തിന് നിരക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ അവരുടെ മുഖത്തടിച്ചു, മൊബൈലിൽ നോക്കി. അവരുടെ ഇയർ ഡ്രം പൊട്ടിപ്പോയി. എന്നിട്ട് അയാൾക്ക് 30 വയസ്സായിരുന്നു. 6 പേരെ അയാൾ പ്ലാറ്റ്ഫോമിലാണ് ആക്രമിച്ചത്. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന, അതായത് അയാൾ ഈ ഫെമിനിസ്റ്റുകൾക്കെതിരായിരുന്നു എന്നർത്ഥം. അത് ശരീരത്തിൽ പറഞ്ഞിട്ടില്ല. ശരീരത്തിൽ സ്ത്രീകള് മോസ്കിൽ പോകുന്നത് പോലും ശരിയല്ല പലയിടത്തും. അങ്ങനെയാണല്ലോ അതിന്റെ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ കിടപ്പങ്ങനെ. സ്ത്രീകൾക്ക് സ്വത്തവകാശവും ഒന്നുമില്ല. സ്ത്രീകള് പുരുഷന്റെ കൃഷിയിടമാണ് എന്നല്ലേ പറയുന്നത്. സ്വർഗത്തിൽ പോയാലും ഹൂറികളും ഒക്കെ ഉണ്ടാവും. അതിവിടെ ചാവേറായിട്ടോ മറ്റോ ഒക്കെ ഈ കാഫറുകളെ കൊല്ലണം. കാഫറുകൾ ഹിന്ദുക്കളിലൊക്കെ ഇല്ല, അവിശ്വാസികൾ. അങ്ങനെയാണ് അത് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഓൺലൈനിൽ തന്നെ എങ്ങനെ ജിഹാദ് നടത്താം എന്ന് പഠിപ്പിച്ചിരുന്ന 2 പേരെ സ്പെയിനിൽ പിടിച്ചത് അവിടെ നടുക്കമുള്ളവാക്കിയ ഒരു വാർത്തയാണ്. ഇപ്പൊ ആഗോളതലത്തിലും മാധ്യമങ്ങളിൽ ഇത് വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.